ഓരോ അഫിഡവിറ്റും എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ സത്യവാചകം ചൊല്ലി സത്യപ്രതിജ്ഞ ചൊല്ലി പൂർണ്ണമായും സത്യമാണെന്ന് പറഞ്ഞ് സമർപ്പിക്കേണ്ടതാണ് ഇലക്ഷൻ അഫിഡവിറ്റ്. ആ ഇലക്ഷൻ അഫിഡവിറ്റിൽ പച്ചക്കള്ളം പറഞ്ഞിരിക്കുകയാണ്. 5 വർഷം തുടർച്ചയായി ഒരേ കള്ളം ആവർത്തിച്ചിരിക്കുകയാണ്. 5 തെരഞ്ഞെടുപ്പുകൾ, 5 വർഷമല്ല 5 തെരഞ്ഞെടുപ്പുകൾ, നിരവധി വർഷങ്ങളായി. അത് രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പല നിയമങ്ങളുടെയും ലംഘനമാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന സെക്ഷൻ 125A റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരം ഫോൾസ് അഫിഡവിറ്റ് കൊടുക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസാണ്. 6 മാസത്തെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനും ബാർ ചെയ്യാവുന്ന കുറ്റമാണ്. പ്രത്യേകിച്ച് ഒരു തവണയല്ല, ഏറ്റവും ചുരുങ്ങിയത് 5 തവണയെങ്കിലും റിപ്പീറ്റഡ് ഒഫൻസ് നടത്തിയതുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും ചുരുങ്ങിയത് 3 വർഷമെങ്കിലും ജയിലിൽ കിടക്കുകയും ഇനി ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ വരികയും ചെയ്യേണ്ട ഒരു കുറ്റകൃത്യമാണ് കൃഷ്ണകുമാർ ചെയ്തിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെയും ഞാൻ തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും അഫിഡവിറ്റുകൾ മാത്രമാണ് ഇപ്പോൾ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ പരിശോധിച്ചു. അതിൽ അദ്ദേഹം പറയുന്നത് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നൽകിയിട്ടുള്ള അഫിഡവിറ്റിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നികുതി പരിഷ്കരണമായിരുന്ന GST, ആ GSTയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു ഡ്യൂവുമില്ല എന്നാണ് അദ്ദേഹം ഇത് സൂചിപ്പിച്ചിട്ടുള്ളത്. GST ഡ്യൂ ഇല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. 2, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് 9B കോൺട്രാക്ട്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ഗവൺമെൻറ് ആൻഡ് എനി പബ്ലിക് കമ്പനി ഓർ കമ്പനീസ് ഡീറ്റെയിൽസ് ഓഫ് കോൺട്രാക്ട്സ് എൻറ്റേർഡ് ബൈ ദ കാൻഡിഡേറ്റ് നിൽ. അത്തരത്തിൽ ഏതെങ്കിലും കമ്പനികളുമായിട്ടൊന്നും ഒരു കരാറും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2, ഈ ഡീറ്റെയിൽസ് ഓഫ് കോൺട്രാക്ട്സ് എൻറ്റേർഡ് ഇൻ ടു ബൈ പാർട്ട്ണർഷിപ്പ് ഫേംസ് ഇൻ വിച്ച് കാൻഡിഡേറ്റ് ഓർ സ്പൗസ് ഓർ ഡിപ്പെൻഡൻസ് ആർ പാർട്ട്നേഴ്സ്. അദ്ദേഹം പാർട്ട്ണറായിട്ടുള്ള ഏതെങ്കിലും കമ്പനി ഇങ്ങനെ കരാറുകളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ കമ്പനി ഉണ്ടോ എന്ന് വെച്ചാൽ അതിലും അദ്ദേഹം നിൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് തനിക്കൊരു കമ്പനിയുമായും പാർട്ട്ണർഷിപ്പ് ഇല്ലെന്നും താനൊരു കമ്പനിയുടെയും പാർട്ട്ണർഷിപ്പ് ഇല്ലെന്നും അത്തരത്തിൽ എനിക്കൊരു GST ഡ്യൂവുമില്ലെന്നും പിന്നെ ഏതെങ്കിലും തരത്തിൽ കരാറുകളില്ലെന്നും ഒക്കെയാണ് ഇദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കാൻ ഉദ്ദേശിക്കുന്ന 2 രേഖകൾ. ഒന്ന്, ഓഫീസ് ഓഫ് ദ സൂപ്രണ്ട് സെൻട്രൽ ടാക്സ് ആൻഡ് സെൻട്രൽ എക്സൈസ് GST ഭവൻ കലൂർ കൃഷ്ണകുമാറിന് കൊടുത്ത നോട്ടീസാണ്. ഇത് കൃഷ്ണകുമാറിൻ്റെ കമ്പനി കൈറ്റ് ലോജിസ്റ്റിക്സിൻ്റെ 2018 മുതൽ 2021 വരെയുള്ള GST ഡ്യൂവിൻ്റെ നോട്ടീസാണ്. ഈ കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ അഫിഡവിറ്റിലും അദ്ദേഹം ഇതേ കാര്യമാണ് പറഞ്ഞത്, നിൽ എന്നാണ് പറഞ്ഞത്. അന്ന് ഡ്യൂ ആയിരുന്നു എന്നുള്ള GST ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള നോട്ടീസാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്. 2, ഇദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് അകത്ത് പാർട്ട്ണർമാരുമായിട്ട് പ്രശ്നമുണ്ടായപ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ടുള്ള വസന്തകുമാർ പറക്കാട്ടും ചേർന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ, ഓഫീസ് ഓഫ് ദ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് രജിസ്ട്രേഷൻ വഞ്ചിയൂർ തിരുവനന്തപുരത്ത് കൊടുത്ത ഒരു കത്തുണ്ട്. ആ കത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ദ ഫേം കൈറ്റ് ലോജിസ്റ്റിക്സ് ഇനീഷ്യലി ഇൻ ടു മാൻ പവർ സപ്ലൈ ഹാസ് 3 പാർട്ട്നേഴ്സ്. ദ അതർ പാർട്ട്നേഴ്സ് ആർ മിസ്റ്റർ കൃഷ്ണകുമാർ C ആൻഡ് മിസ്റ്റർ സുനിൽ കാരാട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് തനിക്കൊരു കമ്പനി സ്ഥാപനമുണ്ടെന്നും താൻ അതിലെ പാർട്ട്ണറാണെന്നും പറഞ്ഞ് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള കത്താണ്. പക്ഷേ ഇലക്ഷൻ അഫിഡവിറ്റ് വരുമ്പോൾ ഇദ്ദേഹം ഇത് പിന്നെ രജിസ്ട്രേഷൻ ഓഫീസ് ഓഫ് ദ ജനറൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുള്ള ലെറ്ററാണ്. ഇദ്ദേഹം പാർട്ട്ണറാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പുള്ള കാര്യം ഇദ്ദേഹം മറച്ചു വെച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എൻ്റെ ചോദ്യം കൃഷ്ണകുമാറിനോടേ അല്ല, എൻ്റെ ചോദ്യം ഇലക്ഷൻ കമ്മീഷനോടാണ്.